വി ആർ പാർട്ട്നേഴ്സ്. ബിസിനസ് പാർട്ട്നേഴ്സ്? എന്ത് ബിസിനസ്? ബിസിനസ് അല്ല, റിലേഷൻഷിപ്പ്. എന്ന് വെച്ചാ? We are lesbians. ഓ, ലെസ്ബിയൻസ്. ലെസ്ബിയൻസ്. അതെ, വന്ന കക്ഷി വല്ല അലമ്പ് ടീമും ആണോ? മഹേഷേട്ടൻ്റെ കസിൻ അല്ലേ, പ്രശ്നം ഉണ്ടാവാൻ വഴിയില്ല. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ ഞാനത് ഡീൽ ചെയ്തോളാം. ആളിവിടെ വന്ന് ഒളിച്ചു നിൽക്കണ്ട്, പണി കൊടുക്കണം. വെയിറ്റ്. അയ്യോ, ശരിക്കും എന്താ ഇയാളുടെ പ്രശ്നം? തനിക്ക് ജോലിക്കൊന്നും പോണ്ടേ? ഇന്ന് അവധിയാണോ? ജോലി ഉണ്ടെങ്കിലല്ലേ അവധി എടുക്കാൻ പറ്റൂ. അപ്പൊ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലേ? അതിനുവേണ്ടി തയ്യാറെടുക്കാൻ എവിടെ വന്ന് താമസിക്കണേ. എന്റെ കാര്യം ആഴ്ചയുടെ നോക്കിക്കോളൂ. അപ്പൊ ഓസിന് താമസിക്കുവാണല്ലേ? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ ഒന്ന് ശല്യപ്പെടുത്താൻ ഞാൻ വരില്ല. എന്നാ തനിക്ക് കൊള്ളാം. ഓ, അല്ല അപ്പൊ പോകുന്നില്ലേ? ശല്യപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ട്? ഓ ശരി. ശരിക്കും ഇയാൾക്ക് എന്താ വേണ്ടേ? അതെ, ഒരു ഡൗട്ട്. ഈ ലെസ്ബിയൻസ് എന്ന് പറയുമ്പോ സ്വർഗാനുരാഗം. അയ്യോ, അതെനിക്കറിയാം. വേറെ ഒന്നും വിചാരിക്കരുത്. ഞാൻ ആദ്യമായിട്ടായി ലെസ്ബിയൻസിനെ കാണുന്നേ, അതാ. എന്തായാലും താൻ തന്റെ സംശയം ചോദിക്കേ. നിങ്ങൾ തമ്മില് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാ, ഇനി ഒരു അക്ഷരം വേണ്ടി കഴിഞ്ഞാൽ നിന്റെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും. കേറിപ്പോടാ. സഹായിക്കണോ? വേണ്ട. ദാ വീണ്ടും. ഇയാൾക്കിപ്പോ എന്താ വേണ്ടേ? അല്ല, നിങ്ങളിവിടെ ഉണ്ടോ നോക്കാൻ വന്നത്. അതിനാണ് ഈ അന്യഗ്രഹ ജീവികളെ പോലെ ഞങ്ങളെങ്ങനെ നോക്കുന്നേ? അതല്ല, ഒരു ഡൗട്ട്. ഇത് എന്റെ വാലിരിക്കുന്നൊന്നും കേൾപ്പിക്കരുത്. വളരെ നിഷ്കളങ്കമായ ഒരു ഡൗട്ടാണ്, അറിയാൻ വേണ്ടിയല്ലേ, പ്ലീസ്. ചോദിക്കൂ. നിങ്ങൾ ഈ ലെസ്ബിയൻസ് ഒരുമിച്ച് കഴിഞ്ഞാലേ ഈ പിള്ളേരൊക്കെ എങ്ങനെ ഉണ്ടാവണേ? തനിക്ക് LGBTQ കമ്മ്യൂണിറ്റിയെ കുറിച്ച് വലിയ ധാരണയില്ലല്ലേ? കുറച്ചൊക്കെ അറിയാം. LGBTQ കമ്മ്യൂണിറ്റി പ്രിവിലേജസിന് വേണ്ടി സമരം ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിവിലേജ് അല്ല, റൈറ്റ്സ്, അവകാശങ്ങൾ. ഏതൊരു മനുഷ്യനും ഉള്ളതുപോലുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ ഇപ്പൊ അവകാശങ്ങളൊന്നുമില്ലേ? അവകാശങ്ങളല്ല, അവഗണനകൾ മാത്രമേ ഉള്ളൂ. നൂറ്റാണ്ടുകളായി ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് ഓപ്പൺ മൈൻഡായി സമീപിച്ചിട്ടുള്ളത് ഇന്ത്യ മാത്രമാണ്. ഹോമോഫോബിയ എന്ന കാര്യം പോലും ഡെവലപ്പായത് ബ്രിട്ടീഷുകാരുടെ മോറൽ കോഡിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ്. മതവും കൾച്ചറും ഒരു ലൈഫ് ചോയ്സ് ആക്കി മാറ്റി. ഇഷ്ടവും പ്രേമവും ആർക്കും ആരോടും തോന്നാം, അതൊരു തെറ്റല്ല. ലോകത്താകെ ഹോമോഫോബിയ കാരണം എത്ര പേരെ കൊന്നൊടുക്കിയിട്ടുണ്ടെന്ന് തനിക്കറിയാമോ? ഇല്ല, അറിയില്ല. എങ്ങനെ അറിയാനാ? ആദ്യമായിട്ടല്ലേ താൻ ലെസ്ബിയൻസിനെ കാണുന്നത് പോലും. ലോകത്തെല്ലായിടത്തും LGBTQ കമ്മ്യൂണിറ്റി അവഗണനകളും പീഡനങ്ങളും നേരിട്ടിട്ടുണ്ട്. എത്രയോ സയന്റിസ്റ്റുകള്, നോവലിസ്റ്റുകള്, കലാകാരന്മാര്, ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പോലും ഹോമോസെക്ഷൽ ആണെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഒരു ദാക്ഷിണ്യമില്ലാതെ അവരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. സോറി, എനിക്കൊന്നും അറിയില്ലായിരുന്നു. അയ്യോ ചേട്ടാ, വിഷമായോ? ഇല്ല, പക്ഷെ ഞാനാകെ കൺഫ്യൂസ്ഡ് ആയി. കൺഫ്യൂഷൻ വേണ്ട. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ ഗൂഗിൾ ചെക്ക് ചെയ്യ്. എന്നിട്ട് മാറിയില്ലെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ. ശരി. ഇതിനാണ് ഇത്ര വലിയ ബക്കറ്റും പിടിച്ചോണ്ട് വന്നത്? എല്ലാത്തിനും പ്രൊഫഷണലിസം വേണ്ടി. അതെ, ഒരു ഡൗട്ട്. ഇതുവരെ കഴിഞ്ഞില്ലേ? ഞാൻ നേരത്തെ ചോദിച്ച ഡൗട്ടിന് നിങ്ങൾ ഉത്തരം തന്നില്ല. ഏതാ? അല്ല, ഈ
കുട്ടികളുടെ കാര്യത്തിന്. അതൊക്കെ കപ്പിൾസിന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. കുട്ടികൾ വേണമെന്നുള്ളവര് സ്പാം ഡോണർ വഴി ഗർഭിണിയായി കുട്ടികളെ പ്രസവിക്കും. ഓ, ചിലർ അഡോപ്റ്റ് ചെയ്യും. പക്ഷേ ഇതൊക്കെ യൂറോപ്പിലും അമേരിക്കയിലും മാത്രം നടക്കുന്ന കാര്യാട്ടോ. ഇവിടെ ഇപ്പൊ അതിനുള്ള സാഹചര്യമൊന്നുമില്ല. അതെന്താ? സുപ്രീം കോടതി അനുവദിച്ചെന്നല്ലേ പറഞ്ഞേ? LGBTQ ഒരു ക്രിമിനൽ കുറ്റമല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ LGBTQ മാരേജ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതിന്റെ കേസ് കോടതിയിൽ നടക്കുന്നുണ്ട്. കോടതി അംഗീകരിച്ചാലേ ദമ്പതികൾക്ക് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കൂ. ഓ, അങ്ങനെയാണോ? ഇനി വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. പറ. ഒരു 100 രൂപ തരൂ. സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, കയ്യിൽ വേറെ കാശില്ല. ഒരു കാര്യം ചെയ്, ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ലിസ്റ്റ് തരാം, എല്ലാം കൂടി പോയി വാങ്ങിച്ചിട്ട് വാട്ടോ. ഞാനെങ്ങനെ? എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ടാ പറഞ്ഞ. വേഗം പോയി വാങ്ങിച്ചിട്ടോ. പണ്ടാരണ്ട പറഞ്ഞ പോലെ പട പിടിച്ച് പന്തളത്ത് നിന്നപ്പോൾ അവിടെ കുന്തവും പിടിച്ചോണ്ട് ലെസ്ബിയൻ പട. കാശ്. നീ പറഞ്ഞ പൈസ അടക്കമുണ്ട്. എന്റെ അമ്മ ഇത്രയോ? എനിക്ക് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ സംഭവിച്ചായിരുന്നേ. ഇത്ര വെയിറ്റ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. ചുമ്മാ കിടന്ന് കഥാപ്രസംഗം നടത്താതെ പോയി സാധനം വാങ്ങിച്ചിട്ട്. ശരി. അതെ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. അടച്ച് ഒരു മര്യാദ ഇല്ലാത്ത പിള്ളേര്. ഓ, ഈ തലമുറ ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ ഒരുത്തനെ കൂടി കയറ്റി താമസിപ്പിച്ചേക്കണ്. അതിന് അമ്മച്ചിക്ക് എന്താ കുഴപ്പം? അമ്മച്ചി നിന്റെ തള്ള. ഓ, എന്റെ അമ്മേ, ഇങ്ങനെ ചൂടാവാതെ. ഞാൻ വരുമ്പോ അമ്മച്ചിക്ക് ഹോർലിക്സ് വാങ്ങിച്ചോണ്ട് വരാം. അപ്പൊ ദേഷ്യം മാറോ? അത് നീ അങ്ങ് തനിയെ കലക്കി കുടിച്ചാ മതി. ആ പെമ്പിള്ളേരെ ഒപ്പം നരകത്തിൽ പോവാ ഉള്ളതല്ലേ? നരകത്തില്ല, അതിന് ഞാൻ എന്ത് ചെയ്ത്? ആ പെമ്പിള്ളേര് കാണിക്കുന്നത് പാവമാണെന്ന് നിനക്കറിയില്ലേ? ഇത് ദൈവം അനുവദിക്കാത്തതാ. പാവത്തിനുള്ള ശിക്ഷ അവിടുന്ന് കിട്ടും. അവരെന്ത് കാണിച്ചിട്ടാ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളുമാരോടെ കല്യാണം ആയില്ലേ, ഭർത്താവായില്ലേ എന്നൊക്കെ ചോദിച്ചതിനെ അവളുമാര് ഒരിക്കൽ എന്റെ മുമ്പിൽ വെച്ച് ഉമ്മ വച്ചിട്ട് പോയി. എന്റെ ഈശോയെ. അമ്മച്ചിക്ക് ഉമ്മ കിട്ടാത്തോണ്ടാണോ? അമ്മച്ചി നിന്റെ വീട്ടിൽ സുഖമായിട്ടിരിപ്പുണ്ട്. വന്നത് നിന്നതും ഒക്കെ കണക്കാ. ഇവിടെ എല്ലാത്തിനും ഭ്രാന്താണ്. ഇന്നല്ല നടക്കോ? മഹേഷേട്ടാ, 8ന്റെ പണിയല്ലേ നിങ്ങൾക്ക് തമ്മ. എനിക്ക് വീട്ടിലെങ്ങനെ ഇരുന്നാ മതിയായിരുന്നു. ആ പെമ്പിള്ളേരുടെ വീട്ടിലെ വേലക്കാരനായിരുന്നു അല്ലേ? വേലക്കാരൻ നിങ്ങളുടെ. അവരൊന്നും സഹായിക്കാന്ന് വിചാരിച്ചു അവർക്ക് വേണ്ടി സാധനം വാങ്ങിക്കാൻ പോയത് എന്റെ പൊന്നു മാമ. അവിടെ ആ പെമ്പിള്ളേരുടെ ആരായിട്ട് വരും? ആ നെത്തോലിപ്പെണ്ണിന്റെ സഹോദരനാണ്. അല്ല. അപ്പൊ കാമുകനായിരിക്കും. അയ്യേ അല്ല. അപ്പൊ ഭർത്താവായിരിക്കും. ഒട്ടുമല്ല. പിന്നെ എന്ത് ബന്ധമാണ്? ഒന്ന് പിടിക്കും മാമ. അവിടെ വച്ചിട്ട് നീ ഫോൺ എടു. ഒരു ഉപയോഗവും ഇല്ലല്ലേ? ഹലോ, ആ ഞാൻ എത്തി എത്തി എത്തി. ഓ, ഇങ്ങനെ ചീത്ത വിളിക്കല്ലേ പെണ്ണെ. പോട്ടാ മാമ. എന്തിനു വെയിറ്റ് സാധനത്തിന്. ഇതിലെന്തോ ചുറ്റിക്കളിയുണ്ട്. ഒരു ദിവസം ഈ രമേശൻ എല്ലാത്തിനെയും പൊക്കും. കിച്ചുമോനെത്തി. എന്താ ഇത്ര താമസിച്ചേ? അത് താഴെ ഒരു മാമൻ ഓരോന്ന് ചോദിച്ചോണ്ട് വന്നു. അങ്ങനെ ആദ്യം സ്കെച്ചിട്ട് വെച്ച കേട്ടോ. അതാ മറ്റേ രമേശനായിരിക്കും. അറിയോ? അങ്ങനെ ഞാൻ നിങ്ങളുടെ ആരെ നോക്കി ചോദിച്ചോളാം. ഇവിടുത്തെ പ്രധാന സദാചാര പോലീസാണ്. സ്വന്തം വീട്ടിലെ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാവരുടെ കാര്യത്തിലും ചെന്ന് തലയിടും. അങ്ങനെ ഇടപെടൽ കൂടി വന്നപ്പോ ഇവളൊരിക്കൽ അയാളുടെ ചെള്ളയ്ക്ക് നോക്കിയിടണം പൊട്ടിച്ചു. ചുമ്മാതല്ല, ഈ ഫ്ലാറ്റിന്റെ പേര് പറഞ്ഞപ്പോ അങ്ങനെ ചെള്ള കടി കിട്ടിയുള്ളൊരു എഫക്ട്. ഓ, ഇവിടെ ഇരിക്കാണോ?
ഒരു സലാഡിന് കാണൂടി. മഹേഷ് ഏട്ടൻ അടിച്ചിട്ട് വെച്ചെൻ്റെ ബാക്കിയായിരിക്കും. എടുത്തു വെച്ച് അടിക്കണ്ടായിരുന്നു. ഓ, മുടിഞ്ഞ തലവേദന. ഓ, എൻ്റെ അമ്മേ. ചേട്ടാ, ഇവിടെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ചേട്ടനപ്പുറം ഇനി ജോലിക്ക് പോകാൻ തുടങ്ങുന്നേ? എൻ്റെ കാര്യം വിട്ടാരെ. നിങ്ങൾ എന്തെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ലോ കോളേജിൽ പഠിക്കുക, ഫൈനൽ ഇയർ. ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യണു. നിങ്ങൾ തമ്മിൽ എപ്പോഴാണ് കണ്ടുകൂട്ടിയേ? ഞാൻ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കാൻ നോക്കുമായിരുന്നു. മഹേഷ് ഏട്ടനെ എനിക്ക് അതിന് മുൻപ് ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി വഴി അറിയാം. പുള്ളിക്കാരനാണ് ഈ ഫ്ലാറ്റ് എനിക്ക് വളരെ ചീപ്പ് റെന്റിന് തന്നത്. ആ സമയത്താണ് ഇവള് ഹോസ്റ്റലിൽ വിട്ട് ഇവിടെ വീട് അന്വേഷിച്ചിട്ട് മഹേഷ് ഏട്ടനെ വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ 3 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. അൺഹെൽത്തി പോളിറ്റിക്സ്, അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും പണ്ട് മുതലേ ലെസ്ബിയൻസ് ആയിരുന്നോ? എനിക്ക് ആദ്യമേ ആൺകുട്ടികളോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അക്കാര്യം മനസ്സിലാക്കിയ എൻ്റെ വീട്ടുകാർ സമൂഹം പറയുന്നത് കേട്ട് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. അത് മെന്റലി ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റിയില്ല. സൊസൈറ്റിയുടെ പ്രഷറിനെ തോൽപ്പിക്കുന്നതിന് മുൻപ് ഞാൻ വീട് നാടകം ഇട്ടു. സിമ്പിളായിട്ട് പറഞ്ഞു തീർത്തു അല്ലേ? ഇനി നേഹയുടെ കഥ പറ. ആദ്യം ചേട്ടന്റെ കഥ പറ. എൻ്റെ കഥ ഒരു കഥയാണ്. അത് കേട്ട നിങ്ങൾ കരയും, ഞാനും കരയും. ഇപ്പൊ കരയും. ഞാൻ കരഞ്ഞു. ഇവൻ ഫിറ്റാടി. ഇത് മഹേഷേന്റെ റൂമല്ലേ? ഇവിടുന്ന് വല്ല സ്റ്റോക്കൊക്കെ എടുത്ത് അടിച്ചോ? തോക്ക് ഞാൻ എടുത്തിട്ടില്ല. തോക്കല്ലടാ, സ്റ്റോക്ക്. ഓ, ബ്രാൻഡിയാ. ആ, അത് ഞാൻ കുടിച്ചു. മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. വാടി. ഒരു മനസാക്ഷിയില്ലാത്ത പിള്ളേരാണല്ലോ. കിച്ചുവേട്ടാ, കിച്ചുവേട്ടാ. അമ്മേ, ഞാൻ പോണില്ല അമ്മ സ്കൂളില്. അയ്യോ, അമ്മയല്ല, നേഹ. ചേട്ടാ എഴുന്നേക്ക്, സമയം ഒരുപാടായി. ഒരു 5 മിനിറ്റ് പ്ലീസ്. അതെ, ഇവിടെ ഒരു ഗസ്റ്റ് വരും. ഇങ്ങനെ കഴകൊഴാന്ന് കിടന്നാലൊന്നും ശരിയാവില്ല. ആദ്യം എണീറ്റ് പോയി പല്ലെങ്കിലും തേക്ക്. എന്തിനു ഉപദ്രവടേ? വീട്ടിലാണെ അമ്മ തന്തയ്ക്ക് വിളിക്കും, ഇവിടെ ആണെ നീയൊക്കെ. ഇതെന്തിനാ ഞാൻ കൊണ്ടുപോണേ?